ദൈവനാമത്തിന് മഹത്വം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ ക്ലാസ്സിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1-ാം ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. 1, 2, 3 അധ്യായങ്ങൾ ആണ് ഈ ഭാഗത്ത് ഉൾപ്പെടുന്നത്. അതായത് നമ്മളിപ്പോൾ പഠിച്ചു വരുന്ന ഈ ഭാഗം. ഇതിലെ വിഷയം തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു സഭകൾക്ക് നൽകുന്ന ദൂതാണ്. ഈ പഠനത്തിൻ്റെ 2ാമത്തെ എപ്പിസോഡിലേക്ക് പോയി പുസ്തക വിഭജനം എന്ന ആ ഭാഗം ഒന്നുകൂടി ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കുമെന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ 1-ാം അധ്യായം 5 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോസ്തലൻ സഭകൾക്ക് ആശംസ അറിയിക്കുന്ന ഭാഗമാണ് 4, 5 ഭാഗങ്ങളിൽ നാം കണ്ടത്. 5-ാം വാക്യത്തിൽ യേശുക്രിസ്തു ഭൂരാജാക്കന്മാർക്ക് അധിപതി ആണെന്ന് പറഞ്ഞപ്പോൾ അവൻ ഇപ്പോൾ രാജാവാണോ എന്ന വിഷയം നമ്മുടെ മുമ്പിൽ ഉയർന്നു വന്നിരുന്നു. ആ വിഷയം ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാമെന്ന് ഞാൻ പറയുകയും ചെയ്തിരുന്നു. യേശുക്രിസ്തു ഇന്ന് രാജാവാണോ എന്ന വിഷയത്തിന് ആണെന്ന് പറയുന്നവരും അല്ലെന്ന് പറയുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും യേശുക്രിസ്തു രാജാവായി വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയുന്നവരാണ്. സഭയെടുക്കപ്പെട്ട ശേഷം അധർമ്മമൂർത്തിയുടെ 7 വർഷത്തെ ഭരണാനന്തരം യേശുക്രിസ്തു സകല വിശുദ്ധന്മാരുമായി ഭൂമിയിൽ വന്ന് തൻ്റെ രാജ്യം സ്ഥാപിച്ച് 1000 വർഷം രാജാവായി വാഴും എന്നാണ് അവർ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഇതിൻ്റെ ശരിതെറ്റുകൾ മുമ്പോട്ടുള്ള പഠനത്തിൽ വചനാടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. യേശുക്രിസ്തു ഇപ്പോൾ രാജാവാണ്. ചില വചനഭാഗങ്ങൾ പരിശോധിച്ച് അല്പം വിശദമായി തന്നെ നമുക്ക് ഈ വിഷയം പഠിക്കേണ്ടതായിട്ടുണ്ട്. അവൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ തിരുവെഴുത്തിൽ നൽകപ്പെട്ടിട്ടുള്ള ഒരു പ്രവചനവാക്യം ആദ്യം നമുക്ക് നോക്കാം. മീഖാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യം. മീഖാ 5:2 എല്ലാവർക്കും സുപരിചിതമായ വാക്യം. നീയോ ബത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവൻ്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ, അല്ലെങ്കിൽ ഇസ്രായേലിന് രാജാവായിരിക്കേണ്ടുന്നവൻ ബത്ലഹേമിൽ നിന്ന് ഉത്ഭവിച്ചു വരുമെന്ന് ഇവിടെ പ്രവാചകൻ മുഖാന്തരം ദൈവം അരുളി ചെയ്തിരിക്കുന്നു. ഈ വചനത്തിൻ്റെ നിവൃത്തി മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അവിടെ കിഴക്ക് നിന്നുള്ള വിദ്വാൻമാർ ഹെരോദ രാജാവിൻ്റെ കൊട്ടാരത്തിൽ എത്തി ചോദിക്കുന്നത് 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം കാണുന്നു. ഞാനത് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 2-ാം വാക്യം. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ബത്ലഹേമിൽ നിന്ന് ഉത്ഭവിച്ചു വരുമെന്ന് പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്ത ഇസ്രായേലിനെ ഭരിക്കാനുള്ള രാജാവിൻ്റെ ജനനമാണ് ഒരു താരോദയത്തിലൂടെ വിദ്വാൻമാർ മനസ്സിലാക്കി അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നത്. അടുത്ത വാക്യങ്ങൾ അത് വ്യക്തമാക്കുന്നുണ്ട്. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഹെരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരൂശലേമൊക്കെയും പരിഭ്രമിച്ചു. ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട് യഹൂദിയയിലെ ബത്ലഹേമിൽ തന്നെ. ഇങ്ങനെ പറഞ്ഞിട്ട് അവർ രാജാവിന് തെളിവ് നൽകുന്നത് നമ്മൾ നേരത്തെ വായിച്ച മീഖാ 5:2 ഉദ്ധരിച്ചുകൊണ്ടാണ്. ഈ വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് യേശുക്രിസ്തു ഭൂമിയിൽ ജനിച്ചത് ഇസ്രായേലിന് രാജാവായിരിക്കാൻ വേണ്ടി ആണെന്നാണ്. എന്നാൽ അവൻ്റെ 30 വയസ്സ് വരെയുള്ള
രഹസ്യ ജീവിതകാലത്തോ തുടർന്നുള്ള 3.5 വർഷക്കാലത്തെ പരസ്യ ജീവിതകാലത്തോ അവൻ രാജാവായിരുന്നത് നാം കാണുന്നില്ല. മാത്രമല്ല, ഈ ലോകത്തിൽ അവനൊരു രാജാവായിരിക്കുവാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നും നാം കാണുന്നുണ്ട്. അവൻ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും കണ്ടിട്ട് ഇവനാണ് വരാനുള്ള മിശിഹ എന്ന് ജനം തമ്മിൽ പറഞ്ഞ് അവനെ രാജാവാക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അവൻ അവരുടെ ആഗ്രഹം അറിഞ്ഞ് അവിടെ നിന്നും ഒഴിഞ്ഞു പോകുന്നതായി നാം കാണുന്നു. യോഹന്നാൻ 6:15 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ചു മലയിലേക്ക് വാങ്ങിപ്പോയി. ഈ വചനത്തിന് അപവാദമെന്ന് തോന്നിപ്പോകുന്ന ഒരു വചനം ഞാൻ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 27:11. എന്നാൽ യേശു നാടുവാഴിയുടെ മുമ്പാകെ നിന്നു. നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് നാടുവാഴി ചോദിച്ചു. ഞാനാകുന്നു എന്ന് യേശു അവനോട് പറഞ്ഞു. തൻ്റെ ഇഹലോകവാസത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തിയിരിക്കുന്ന വേള, ഒരു മഹാകുറ്റവാളിയെപ്പോലെ ബന്ധിതനായി നാടുവാഴിയായി പീലാത്തോസിൻ്റെ മുമ്പിൽ വിസ്തരിക്കപ്പെടുന്ന സമയം. നീ യഹൂദന്മാരുടെ രാജാവോ എന്ന പീലാത്തോസിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ താൻ പറഞ്ഞത് ഞാനാകുന്നു എന്നാണ്. താൻ യഹൂദന്മാരുടെ രാജാവാകുന്നു എന്ന് അതുവരെയുള്ള തൻ്റെ ജീവിതകാലത്ത് ഒരു ദിവസം പോലും യഹൂദന്മാരുടെ രാജാവായി വാണിട്ടില്ലാത്ത നമ്മുടെ കർത്താവ് ഈ പറഞ്ഞത് കള്ളമായിരിക്കുമോ? അതോ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ചഞ്ചലചിത്തനായി അറിയാതെ പറഞ്ഞു പോയതാണോ? ഒരിക്കലുമല്ല. അവൻ കളവ് പറയുകയോ ഉള്ളം തകർന്നവനായി സുബോധമില്ലാതെ ഒരു വാക്കുപോലും ഉരിയാടുകയോ ചെയ്തിട്ടില്ല. എന്നാൽ സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിറവേറുമെന്ന് തനിക്കറിയാമായിരുന്നു. 110 സങ്കീർത്തനം 1-2 ഇങ്ങനെ വായിക്കുന്നുണ്ട്: യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠ വാക്കുകളും നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. നിൻ്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും. നീ നിൻ്റെ ശത്രുക്കളുടെ മധ്യേ വാഴുക. താൻ കഷ്ടം സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുമെന്നും അവിടെ തനിക്ക് ആധിപത്യവും മഹത്വവും ലഭിക്കുമെന്നും തനിക്കറിയാമായിരുന്നു. സിയോനിലെ തൻ്റെ രാജ്യത്വത്തെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് താൻ രാജാവാണെന്ന് കർത്താവ് പീലാത്തോസിനോട് പറഞ്ഞത്. ഇനി എപ്പോഴാണ് കർത്താവ് യേശു ക്രിസ്തുവിന് ഈ രാജ്യത്വവും മഹത്വവും ലഭിക്കുന്നതെന്ന് നോക്കാം. ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായി ദാനിയേൽ പ്രവചനം 7:13-14 ഞാൻ വായിക്കുന്നു. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളുടെ വരുന്നത് കണ്ടു. അവൻ വയോധികൻ്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവൻ്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത ആധിപത്യവും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു. ഞാൻ ഈ വാക്യങ്ങളെ ഒന്ന് വിശദീകരിക്കാം. വളരെ ശ്രദ്ധയോടെ കേൾക്കണമെന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. 13-ാം വാക്യം: രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. രാത്രി ദർശനങ്ങളിൽ ദാനിയേൽ കണ്ട ഒരു ദർശനമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നു. ഇത് കർത്താവായ യേശു ക്രിസ്തുവാണെന്നുള്ളതിന് ആർക്കും സംശയം കാണില്ല. എന്നാൽ ഇത് ഭൂമിയിലേക്കുള്ള തൻ്റെ 2ാം വരവാണെന്നാണ് ഭൂരിപക്ഷം പേരും കരുതിയിരിക്കുന്നത്. എന്നാൽ അടുത്ത വാക്യം ശ്രദ്ധിച്ചാൽ അങ്ങനെയല്ലെന്ന് നമുക്ക് മനസ്സിലാകും. അവൻ വയോധികൻ്റെ അടുക്കൽ ചെന്നു. അവൻ മനുഷ്യപുത്രൻ്റെ സദൃശനായവൻ, അല്ലെങ്കിൽ യേശു ക്രിസ്തു വയോധികൻ്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവൻ്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി.
സ്വർഗത്തിലെ ദൂതന്മാരാണ് യേശുക്രിസ്തുവിനെ വയോധികൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. ഈ വയോധികൻ പിതാവായ ദൈവമാണെന്ന് 9-ാം വാക്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ദാനിയേൽ 7:9. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായി ഒരുത്തൻ ഇരുന്നു. അവൻ്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവൻ്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവൻ്റെ സിംഹാസനം അഗ്നിജ്വാലയും അവൻ്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു. സ്വർഗത്തിലെ ഈ വയോധികൻ പിതാവായ ദൈവമല്ലാതെ മറ്റാരുമല്ല. മരിച്ച് അടക്കപ്പെട്ട് ഉത്ഥാനം ചെയ്ത ക്രിസ്തു ആകാശമേഘങ്ങളുടെ സ്വർഗാരോഹണം ചെയ്ത് പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ വന്ന സന്ദർഭമാണ് ദാനിയേൽ ദർശനത്തിൽ കാണുന്നത്. അല്ലാതെ ഇതവൻ്റെ ഭൂമിയിലേക്കുള്ള 2-ാം വരവല്ല. 14-ാം വാക്യം, സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. ലോകത്തെയും പാപത്തെയും മരണത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ തൻ്റെ പിതാവിൻ്റെ സന്നിധിയിലെത്തിയ പുത്രനെ സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജ്യത്വവും നൽകുന്നു. അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു. നിത്യാധിപതിയായി നിത്യരാജാവായി നമ്മുടെ കർത്താവ് വാഴിക്കപ്പെട്ടിരിക്കുകയാണ്. മറ്റൊരു ചിത്രം കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. നമ്മൾ പഠിക്കുവാൻ ആരംഭിച്ചിരിക്കുന്ന വെളിപാട് പുസ്തകത്തിൽ നിന്നും തന്നെ. വെളിപാട് 12:10 വാക്യം, അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. എപ്പോൾ എന്നൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. ഉത്തരം അവിടെ തന്നെ ഉണ്ട്. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞപ്പോൾ സ്വർഗത്തിൽ നടക്കുന്ന ആ സംഭവമാണിത്. 12-ാം അധ്യായം പഠിക്കുമ്പോൾ നാം ഇത് വിശദമായി പഠിക്കും. ഇപ്പോൾ ഞാൻ ചുരുക്കമായി പറയാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരണത്തിൻ്റെ അധികാരിയായിരുന്ന പിശാചിനെ പരാജയപ്പെടുത്തി മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. സ്വർഗസിംഹാസനത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകുന്നു. അപ്പോൾ അതുവരെ സ്വർഗത്തിൽ സ്ഥലമുണ്ടായിരുന്ന സാത്താനുമായി സ്വർഗത്തിൽ യുദ്ധമുണ്ടാകുന്നു. ഞാൻ വചനത്തിൽ നിന്നും ആ ഭാഗം വായിക്കാം. വെളിപ്പാട് പുസ്തകം 12:7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനുമെന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. ഇവിടെ അതിമഹത്തായ 4 കാര്യങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്ന് നാം കാണുന്നു. ഒന്നാമത്തേത് ദൈവത്തിൻ്റെ രക്ഷ, രണ്ടാമത്തേത് ദൈവത്തിൻ്റെ ശക്തി, 3 ദൈവത്തിൻ്റെ രാജ്യം, 4 ക്രിസ്തുവിൻ്റെ ആധിപത്യം. യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തോടുകൂടി ദൈവത്തിൻ്റെ രക്ഷ മനുഷ്യന് സാധ്യമായി. ദൈവത്തിൻ്റെ ശക്തി മനുഷ്യരിൽ വെളിപ്പെട്ടു തുടങ്ങി. ദൈവത്തിൻ്റെ രാജ്യം അല്ലെങ്കിൽ സഭ ആരംഭിച്ചു. അതുപോലെ ക്രിസ്തുവിൻ്റെ ആധിപത്യം ആരംഭിച്ചു, അല്ലെങ്കിൽ അവൻ്റെ ഭരണം ആരംഭിച്ചു. മുമ്പോട്ടുള്ള നമ്മുടെ പഠനത്തിൽ ഇതെല്ലാം നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നതാണ്. യേശുക്രിസ്തു ഇപ്പോൾ രാജാവോ എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം കൂടെ പരിശോധിച്ച് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാമെന്ന് ഞാൻ കരുതുന്നു. സക്രിയ പ്രവചനം
6-ാം അധ്യായം 12-13 വാക്യങ്ങൾ വായിക്കുന്നു. 6:12 സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മുള എന്നു പേരുള്ളൊരു പുരുഷനുണ്ടല്ലോ, അവൻ തൻ്റെ നിലയിൽ നിന്ന് മുളച്ചു വന്ന് യഹോവയുടെ മന്ദിരം പണിയും. 13-ാം വാക്യം, അവൻ തന്നെ യഹോവയുടെ മന്ദിരം പണിയും, അവൻ ബഹുമാനഭൂഷണം ധരിച്ച് സിംഹാസനത്തിലിരുന്ന് വാഴും, അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായിരിക്കും, ഇരുവർക്കും തമ്മിൽ സമാധാന മന്ത്രണമുണ്ടാകും. മുള എന്നു പേരുള്ള പുരുഷൻ, ഈശായുടെ കുറ്റിയിൽ നിന്നുള്ള മുള, ദാവീദിൻ്റെ സന്തതി. ഇത് യേശുക്രിസ്തുവാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവൻ യഹോവയുടെ മന്ദിരം പണിയും. യേശുക്രിസ്തു പണിത യഹോവയുടെ മന്ദിരം ദൈവത്തിൻ്റെ സഭയാണെന്ന് നമുക്കറിയാം. അല്ലാതെ അവൻ മറ്റ് മന്ദിരങ്ങളൊന്നും പണിതായിട്ട് നമ്മൾ കാണുന്നില്ല. ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയമെന്ന് 1 തിമോത്തിയോസ് 3:15 നാം വായിക്കുന്നുണ്ടല്ലോ. അവൻ ബഹുമാനഭൂഷണം ധരിച്ച് സിംഹാസനത്തിലിരുന്ന് വാഴും, അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായിരിക്കും. കർത്താവായ യേശുക്രിസ്തു ഇന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന 2 ശുശ്രൂഷകളും ഇവളെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒന്നാമത്തേത്, ബഹുമാനഭൂഷണം ധരിച്ച് സിംഹാസനത്തിൽ ഇരുന്ന് വാഴുന്നു. സ്വർഗസിംഹാസനത്തിൽ മഹത്വപൂർണനായ മഹാരാജാവായി ഇരുന്ന് വാഴുകയാണ്. രണ്ടാമത്തേത്, അവൻ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന മഹാപുരോഹിതനായിരിക്കുന്നു. റോമർ 8:34 പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ, അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന നമ്മുടെ കർത്താവ് ഇന്ന് രാജാവാണ്. അവൻ്റെ രാജ്യത്തിൻ്റെ പ്രജകളാണ് നാം ഓരോരുത്തരും. അവൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി സ്നേഹത്തോടെ, ഐക്യത്തോടെ, പരിജ്ഞാനത്തോടെ നമുക്ക് വീണ്ടും അധ്വാനിക്കാം. അതിനായി സർവശക്തനും നിത്യനുമായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നമ്മുടെ രാജാവായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.